ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. നെല്ലിക്ക ഉപ്പിലിട്ടത്, നെല്ലിക്ക അച്ചാർ. അപ്പോൾ ഇത് ഒറ്റയടിക്ക് എങ്ങനെ രണ്ട് നെല്ലിക്ക അച്ചാറുണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: നെല്ലിക്ക 1.5 കിലോയോളം നെല്ലിക്ക ഉണ്ട്. പിന്നെ കാന്താരി മുളക്, നല്ല ഫ്രഷ് കാന്താരി മുളകാണ് കേട്ടോ, ഞങ്ങളുടെ തോട്ടത്തിലുണ്ടായതാണ്. പിന്നെ ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ മുളക് പൊടി 1 കപ്പ്, പിന്നെ കറിവേപ്പില, കടുക് ഒരു ചെറിയ സ്പൂൺ മതിയാവും. പിന്നെ 3 വറ്റൽമുളക്, പിന്നെ നല്ലെണ്ണ ഒരു 50 ഗ്രാം അത്രയും മതിയാവും. ഉലുവാപ്പൊടി ഒരു ചെറിയൊരു സ്പൂൺ മതി കേട്ടോ, അല്ലെങ്കിൽ കഴിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നെല്ലിക്ക ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. നന്നായിട്ട് അത് തിളയ്ക്കണം. അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, അത് ജസ്റ്റ് ആ നെല്ലിക്കയുടെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ വിടർന്ന് വരും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഉപ്പോ മഞ്ഞളോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് വെറുതെ വെള്ളം തിളപ്പിച്ച് നെല്ലിക്ക അതിലേക്ക് ഇടുക. നന്നായി തിളയ്ക്കുന്നുണ്ട്, കണ്ടില്ലേ? അത് കുറേശ്ശെ പൊട്ടി വരുന്നുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഊറ്റി വെക്കണം. വെറുതെ തിളപ്പിക്കാനേ പാടുള്ളൂ, ഉപ്പൊന്നും ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ 1.5 കിലോ നെല്ലിക്ക കൊണ്ട് 1/2 കിലോ നമ്മൾ സാധാരണ മുളക് ഇട്ട് ഉപ്പിട്ട് ഉണ്ടാക്കുന്ന നെല്ലിക്കയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഈ നെല്ലിക്ക 2 പാർട്ടാക്കി എടുക്കാം. അല്ലേ, അത് വെന്ത് കഴിയുമ്പോൾ ഈ നിറമാവും. മുളക് ഇടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഈ നെല്ലിക്ക പൊളിച്ച് അതിൻ്റെ അകത്തെ കുരു മാറ്റുക. അങ്ങനെ 2 സെക്ഷനായിട്ടാണ്. ഈ ഗ്ലാസ് ബൗളിൽ ഞാൻ പൊളിച്ചതും മറ്റേതിനകത്ത് ഫുള്ളായിട്ടുള്ളതും ഇടുന്നത്. അത് ഉപ്പിടാൻ വേണ്ടിയിട്ടാണ്. ഈ പൊളിക്കുന്നത് മുളകിട്ട് ഈസിയാണ്, അന്ന് തൊടുമ്പോഴത്തേക്കും അതങ്ങ് പൊളിഞ്ഞു പോരും, കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് മുറിച്ച് മാറ്റാം. അല്ലാതെ മുറിച്ച് അങ്ങ് കളയുകയാണെങ്കിൽ ബാക്കി ഭാഗത്തിന് കുഴപ്പമൊന്നുമില്ല, അതങ്ങ് കളയാം. ചിലപ്പോൾ ഈ നെല്ലിക്കയൊക്കെ താഴെ വീണ് ചതയുന്നതിൻ്റെയൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ കളറ് വ്യത്യാസം വരുന്നത്. നമുക്കതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അങ്ങനെ ഏകദേശം 1/2 കിലോയോളം ഉപ്പിട്ടതിനും ബാക്കി 1 കിലോയോളം മുളകിട്ടതിനും വേണ്ടിയിട്ട് ഞാൻ മാറ്റുകയാണ്. മുളക് ഉപ്പും കാന്താരി മുളകും മാത്രം ഇടുന്നതിന് ഫുള്ളായിട്ട് നമ്മളത് പൊളിക്കുകയൊന്നും വേണ്ട, അത് മുഴുവനായിട്ട് തന്നെ മാറ്റുകയാണ്. അപ്പോൾ ഇത്രയുണ്ട്. 2 ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചില്ല കാന്താരി മുളക്, അത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. ഭയങ്കരമായിട്ട് അരയുന്ന പോലെ ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് 2-3 തവണ ഇങ്ങനെ ഇടിച്ച് നന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി.
അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ ഫ്രണ്ട്സിനോട് പറയുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാ മുളകും ചതഞ്ഞു എന്ന് നോക്കുക. ഇതിലേക്ക് ഞാൻ ആ മുളക് ഇടുകയാണ്. കാന്താരി മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാമോളം കാന്താരി മുളകുണ്ട്. ഇതിലേക്ക് ഉപ്പിടുക. കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും ഉള്ളൂ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയണേ. കാരണം മുളക് ഞാൻ ഒരുപാട് അരച്ചിട്ടില്ല, ചതച്ചിട്ടേ ഉള്ളൂ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഉപ്പ് ഒരു 1/4 കപ്പോളം മതിയാവും. പിന്നീട് നിങ്ങളത് നോക്കിയിട്ട് ഉപ്പ് നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർക്കാം. പിന്നെ വെള്ളം നെല്ലിക്ക മുങ്ങാൻ പാകത്തിന് അത്രയും ഒഴിക്കണം. തിളപ്പിച്ചാറിച്ച വെള്ളമായിരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡിയായി. ഇത് നല്ലൊരു കുപ്പിയിലേക്ക് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. എരിവോ അതുപോലെ തന്നെ. ഇടയ്ക്ക് എടുത്ത് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ ഈ സാധനം. നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ. ഇനി നമുക്ക് മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അത് ഏകദേശം 50 ഗ്രാമോളം ഉണ്ട്. ഇതിലേക്ക് കടുക് ഒരു ചെറിയ സ്പൂണിൽ ഇട്ടാൽ മതിയാവും. നമുക്ക് 3 മുളക് മുറിച്ചിടുക. ചുമന്ന മുളക് അതൊന്ന് പൊട്ടുമ്പോഴത്തേക്കും കറിവേപ്പില 3 എണ്ണത്തിൻ്റെ 3 നെടുപ്പ് കീറിയത്. മുറിക്കണ്ട, കറിവേപ്പില അങ്ങനെ തന്നെ ഇട്ടാൽ മതി. പിന്നെ കായപ്പൊടി എന്ന് പറയുന്നത് 1.5 ടീസ്പൂണോളം ഉണ്ട്. ഉലുവ 1/2 ടീസ്പൂൺ. അല്ല, കുറച്ച് മതി, ഒരുപാടായാലും അത് കയ്പ്പുണ്ടാവും, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. പിന്നെ മുളക് പൊടി 1 കപ്പ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇതിലേക്ക് ഇനി നെല്ലിക്ക, വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ഇടാം. ഇങ്ങനെ പൊളിച്ചിടുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ എളുപ്പം അതിനകത്തേക്ക് മുളകും ഉപ്പും ഒക്കെ പിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉണ്ണുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കുരു തുപ്പാൻ ഇരിക്കണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലാണ്ട് തന്നെ കഴിക്കാമല്ലോ. അപ്പം നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കുക. ഏകദേശം 1 കപ്പോളം ഉപ്പുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ലാസ്റ്റ് കുറച്ച് ഉപ്പ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. തിളപ്പിച്ചാറിച്ച് വെള്ളം വേണം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഇളക്കുക. ഒരുപാട് നമ്മൾ ഓൾറെഡി വെന്തതായിട്ട് നമുക്ക് ഒരുപാട് നേരം തിളപ്പിക്കേണ്ടതൊന്നും ആവശ്യമില്ല. എളുപ്പമല്ലേ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ നെല്ലിക്ക തയ്യാർ. കണ്ടില്ലേ, ഇപ്പോൾ 2 ടൈപ്പ് അച്ചാർ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക. ഓക്കെ, ബൈ ബൈ. നാളെ 1 മണിക്ക് കാണാം.